തൃശൂരിൽ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യവും കടുവാ ഭീഷണിയും. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന എത്തി. പാലപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പുലിക്കണ്ണിയിൽ കടുവാ ഭീഷണിയുമുണ്ട്. വന്യജീവി ആക്രമണങ്ങളുടെ ഭീതിയിലാണ് തൃശൂരിലെ പാലപ്പള്ളിയും അതിരപ്പള്ളിയും. ഇന്നലെ വൈകുന്നേരം 6:30യോടെയാണ് പാലപ്പള്ളി KFRIക്ക് സമീപം കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് പ്രദേശവാസികൾ കണ്ടത്. ജനവാസ മേഖലയിൽ കടുവയെ കണ്ടതോടെ വലിയ ആശങ്കയിലാണ് മേഖല. ഇത് നമ്മൾ മിണ്ടാതെ പോയ കാര്യമില്ല. അതിൽ ഒരുപാട് ആളുകൾ, സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും ഒക്കെ സ്ഥിരമായിട്ട് പോണ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ഭീതികരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതാണ്. പുലർച്ചെ 4 മണിയോടെ പുലിക്കണ്ണിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാവിലെ എത്തിയ തോട്ടം തൊഴിലാളികളാണ് പടക്കം പൊട്ടി ചാനയെ തുരത്തിയത്. ഇവിടെ ഇപ്പോൾ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ഒരു വികാര കേന്ദ്രം പോലെ ആയിരിക്കണം. സ്ഥിരമായിട്ട് ആന അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ കടുവ ഇറങ്ങി, പുലിക്കണ്ണിയിൽ കടുവ ഇറങ്ങി. അതാകെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇതിന് ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെട്ടു. ഒരു പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇതിന്. അതിരപ്പള്ളി, വെറ്റിലപ്പാറ 14, 15 എന്നിവിടങ്ങളിലെ ജനവാസ മേഖലയിലാണ് കാട്ടാന തുടർച്ചയായി എത്തുന്നത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വീടുകൾക്ക് മുന്നിൽ ആന ഭീതി പരത്തുകയാണ്. ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. അത് ചെയ്യാത്തോടത്തോളം കാലം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഇവിടെ നമ്മളെയൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, മൊത്തം കാടാക്കി മാറ്റാം. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ 7:30യോടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒറ്റയാൻ എത്തിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ സ്റ്റേഷനിലെ തെങ്ങിൽ നിന്ന് ഇളനീരും പട്ടയും തിന്ന ശേഷമാണ് മടങ്ങിയത്. രാവിലെ തന്നെ ആശാൻ എത്തിയിട്ടുണ്ട്. അതിനിടെ മൂന്നാറിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. RRT സംഘമെത്തിയാണ് കാട്ടാനക്കൂട്ടത്തെ തുരത്തിയത്. 24 തൃശൂർ.